ശ്യാമിൻ്റെ ആയിഷ. ശ്യാമിന് നൈറ്റ് ഡ്യൂട്ടിക്ക് കയറിയത് മാത്രം ഓർമ്മയുള്ളൂ. തിരക്കോട് തിരക്ക്. ആരെ കണ്ടാണ് ഡ്യൂട്ടിക്ക് കയറിയതെന്ന് ചിന്തിക്കുമ്പോഴാണ് ഫോണിൽ തുടരെയുള്ള മെസ്സേജ് തൻ്റെ പ്രീതമയുടേതാണെന്ന് കണ്ടപ്പോൾ അവന് ദേഷ്യം അരിച്ചു കയറി. മെസ്സേജ് നോക്കിയപ്പോൾ അതിലും ദേഷ്യം കൂടി. നീല സാരിയുമെടുത്ത് ഒരുങ്ങി നിൽക്കുന്ന ഫോട്ടോ. ഇന്ന് ഞാനെടുത്തതാ, എങ്ങനെയുണ്ടടാ എന്ന ചോദ്യം. ദേ പെണ്ണേ, എൻ്റെ കിളി പോയിരിക്കുക, ഞാൻ ഡ്യൂട്ടിയിലാടി, അതും ഒറ്റയ്ക്ക്, ചുമ്മാ നീ ഒലിപ്പിച്ചു വരല്ലേ. അവൻ വോയിസ് അയച്ച നിമിഷം തന്നെ റിപ്ലൈ വന്നു. എൻ്റെ ചെക്കന് ഡ്യൂട്ടി ആണെന്നോ? ചേച്ചി അറിഞ്ഞില്ലല്ലോ. പിന്നെ ഞാൻ മെസ്സേജ് അയക്കുന്നത് എൻ്റെ കെട്ടിയോനാ, അല്ലാതെ. അപ്പോൾ ഞാൻ ചിലപ്പോൾ ഒലിപ്പിക്കും. ശരി, അപ്പോൾ ഗുഡ് നൈറ്റ്. ലാസ്റ്റ് മെസ്സേജ് റീഡ് ചെയ്ത അവൻ്റെ മുഖത്ത് ചെറിയ പുഞ്ചിരി വിടർന്നു. എന്നാലും ഗൗരവം വിടാതെ അവൻ വോയിസ് അയച്ചു. ഒന്ന് പോയി കിടന്ന് ഉറങ്ങടി, മനുഷ്യനെ ശല്യം ചെയ്യാതെ. കുറേ മണിക്കൂർ കഴിഞ്ഞു. തിരക്കൊതുങ്ങി. അവൻ ഫോൺ തുറന്നപ്പോൾ കൊച്ചുകുട്ടി ദേഷ്യത്തോടെ ഇരിക്കുന്ന ഇമോജി പ്രത്യക്ഷപ്പെട്ടു. അപ്പോഴാണ് അമ്മയുടെ മെസ്സേജ് അവൻ കണ്ടത്. ചാ, എനിക്ക് മിഠായി കൊണ്ടുവരോ? ശ്യാം ഒന്ന് പുഞ്ചിരിച്ചു. അച്ചു വരുമ്പോൾ ആവിക്ക് മിഠായി കൊണ്ടുവരാട്ടോ, അവൻ അവൾക്കായി പറഞ്ഞു. ഇന്നത്തെ ഡ്യൂട്ടി ഒരു എമർജൻസിയായി വന്നതാണ്. കൂടെ വർക്ക് ചെയ്യുന്ന പാർവതിയുടെ അച്ഛന് വയ്യ. അതുകൊണ്ട് ഈവനിങ് ടൈമിൽ ഡ്യൂട്ടി ചേഞ്ചിങ്. അതുകൊണ്ട് തന്നെ എന്നും കോവുന്ന തൻ്റെ പ്രീതമയോട് പറയാൻ പറ്റിയില്ല. ഐഷു, ഉറങ്ങിയോ നീ? അവൻ പതിയെ തൻ്റെ ഗാലറി തുറന്നു. ഇന്നവൾ അയച്ച ഫോട്ടോ നോക്കി. ആദ്യമായി അവൾ തനിക്ക് അയച്ച ഫോട്ടോ അവൻ ഓർത്തു. ആ കണ്ണുകളിലെ തീഷ്ണത, തന്നോടുള്ള പ്രണയം എല്ലാം ആ കണ്ണിൽ കാണാം. ഇത്രയും വർഷമായിട്ടും അതിൽ നിന്നും ഒരു മാറ്റവും വന്നിട്ടില്ല. നീലസാരി ആയതുകൊണ്ടാണോ പെണ്ണെ, നിനക്ക് ഇത്തിരി മൊഞ്ച് കൂടിയിട്ടുണ്ട്. താനും ഐഷുവും പത്തവും നിൽക്കുന്ന ഫോട്ടോ അവൻ വാൾപേപ്പറായി. ശ്യാം ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഭാര്യ ഐഷ, മകൾ ഭദ്ര ശ്യാം ഗോപാൽ. പാത്തൂന്ന് വീട്ടിൽ വിളിക്കും. ഐഷയും ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. ശ്യാം തൃശ്ശൂരും ഐഷു ബാംഗ്ലൂരും. കഷ്ടപ്പെട്ട് പഠിച്ചു കിട്ടിയ അവളുടെ ഡ്രീം ജോബിന് മാരേജോ കുട്ടിയോ തടസ്സമാവരുതെന്ന് അവൻ ആഗ്രഹിച്ചിരുന്നു. തന്നെ ആദ്യമായി അവൾ പ്രപ്പോസ് ചെയ്ത നാളുകൾ അവൻ്റെ ഓർമ്മയിലേക്ക് വന്നു. അതേ, എൻ്റെ ഹാർട്ടിന് എന്തോ ECG വേരിയേഷൻ ഉണ്ട്. അപ്നോവലാണ്. റിപ്പീറ്റ് ECG. വല്ല തെറ്റുപറ്റിയതാവും. പൊട്ടനാണോ നീ? എനിക്ക് ഇഷ്ടമാണ്. അത് വേണ്ട, ഓൺലി ഫ്രണ്ട്ഷിപ്പ്, അത് മതി. ഇനി അതർ ലൈൻ? 2 ഡേയ്സായി. ഞാൻ 1 മാസമായി. ലേറ്റ് ആയിപ്പോയില്ലേ ഞാൻ? അങ്ങനെയൊന്നുമില്ല, തനിക്ക് വേറെ നല്ല ആൾ വരും. വെയിറ്റ്, അവൾ വിളിക്കുന്നുണ്ടടി. ശരി അപ്പോൾ. അവളുടെ വാക്കുകൾ, ഇഷ്ടം പറയൽ എല്ലാം അവൻ്റെ മനസ്സിൻ്റെ താളം തെറ്റിച്ചു. ഫ്രണ്ട്സ് ഫോർ എവർ എന്ന് അവൻ മനസ്സിൽ പറഞ്ഞു. പിന്നീട് കുറേ പിണക്കങ്ങൾ, ബ്ലോക്ക്, ദേഷ്യം, പരാതി പറച്ചിൽ, അങ്ങനെ കുറേ കാര്യങ്ങൾ. ലാസ്റ്റ് പെണ്ണ് തൻ്റെ തലയിലുമായി. ബാംഗ്ലൂരിൽ ജോബ് കിട്ടി അവൾ പോകുമ്പോൾ അവൾ തന്നോട് ഒന്നേ പറഞ്ഞുള്ളൂ. എന്നെ മനസ്സിലാക്കാനും സ്നേഹിക്കാനും എൻ്റെ ഭർത്താവിന് കഴിയണം. നിനക്കതിന് പറ്റില്ലല്ലോ അല്ലേ? അവളുടെ ചോദ്യത്തിന് ഉത്തരമാണ് ഞങ്ങളുടെ പാത്തു. ഡിസ്റ്റൻസ് ലവ് സിനിമകളിൽ കേട്ടിട്ടുള്ളൂ. അനുഭവിക്കുന്നത് കുറച്ച് പാടാണ്. പരസ്പരം മനസ്സിലാക്കിയാൽ അതിനൊരു പ്രത്യേക ലഹരിയുമാണ്. ലീവ് കിട്ടുന്നതിനനുസരിച്ച് ശ്യാം അവളെ കാണാൻ പോകും. അവൾ തിരിച്ചു. കൂട്ടുകാരും റിലേറ്റീവും ഭാര്യ ദൂരെ മാറി നിൽക്കുന്നതിന് പലതും പറഞ്ഞിട്ടുണ്ട്. അന്നെല്ലാം ചിന്തിച്ചത് ഗൾഫിൽ വർക്ക് ചെയ്യുന്ന സുഹൃത്തുക്കളുടെ ഭാര്യമാരെയാണ്. അവരും ഇങ്ങനെയല്ലേ? അവർക്കൊക്കെ ലീവ് കിട്ടിയാലായി വർഷങ്ങളെടുക്കും ഒന്ന് കാണാൻ. അതോർക്കുമ്പോൾ ഞങ്ങൾ സ്വർഗത്തിലാണ്. ആർക്കു കാണാൻ തോന്നിയാലും ലീവ് എടുക്കുക, പോയി വരിക, സിമ്പിൾ. പിന്നെ എല്ലാത്തിലും ഈക്വാലിറ്റി അല്ലേ? അപ്പോൾ പിന്നെ എൻ്റെ കുഞ്ഞിനെ ഞാൻ നോക്കിയാൽ എന്താണ് കുഴപ്പം? പാത്തു ജനിച്ച് 1 വയസ്സ് വരെ ഐഷു എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതിനുശേഷം മോളുടെ എല്ലാ കാര്യവും നോക്കിയത് അമ്മയും ഞാനുമാണ്. ഒരിക്കൽ പോലും എനിക്കതിൽ സങ്കടം തോന്നിയിട്ടില്ല. പലപ്പോഴും ഐഷു പറയും അവളുടെ മനസ്സറിഞ്ഞ് ദൈവം കൊടുത്ത സ്വത്താണ് ഞാനെന്ന്. അതെല്ലാം ഓർത്ത് അവൻ ചിരിച്ചു. വീട്ടിലെ ജോലിയും കുട്ടിയുടെ ജോലിയും എല്ലാം കഴിഞ്ഞ് 8 മണിക്ക് ഡ്യൂട്ടിക്ക് കയറുന്ന സ്റ്റാഫുമാരോട് ഒരു പ്രത്യേക റെസ്പെക്റ്റ് തോന്നും. കൊച്ചിനെ പല്ലു തേപ്പിക്കാൻ, ഭക്ഷണം കൊടുക്കാൻ താമ്പെടുന്ന പാടേ. വീട്ടിലെ ജോലി അമ്മ നോക്കും. പക്ഷേ പാത്തുവിനെ മേയ്ക്കാൻ ഭയങ്കര പാടാണ്. അതിനെങ്ങനെയാ? തൻ്റെ പുത്രിയല്ലേ, വാശി കൂടും. അവൻ മനസ്സിൽ ഓരോന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നു. രാവിലെ ഷിഫ്റ്റ് ഹാൻഡ് ഓവർ കൊടുത്ത് അവൻ നേരെ ബക്കറിക്കാൻ്റെ ബേക്കറിയിൽ നിന്ന് 2 ഡയറി മിൽക്കും വാങ്ങി വീട്ടിലെത്തി. കുളി കഴിഞ്ഞ് ഫുഡ് കഴിച്ചതും നേരെ ബെഡിലേക്ക് അവൻ ചാഞ്ഞു. സ്വപ്നത്തിലും അവൻ കണ്ടത് തൻ്റെ കുഞ്ഞിനെയും എടുത്തു നിൽക്കുന്ന തൻ്റെ പെണ്ണിനെയാണ്. അവൾ അവന് നേരെ ചായ ഗ്ലാസ് നീട്ടി. എത്ര നേരമായി ഉറങ്ങുന്നേ? ഇന്നലെ നല്ല തിരക്കായിരുന്നോ? വായോ, എണീക്ക്, ഈ ചായ കുടിക്ക്. അവൻ അവളുടെ കയ്യിൽ നിന്ന് ചായ വാങ്ങി. പകുതി മുറിഞ്ഞ പോലെ. ചാ, മിഠായി, എണീക്ക്, ചാ. കുഞ്ഞിപ്പെണ്ണിൻ്റെ ശബ്ദം കേട്ട് അവൻ കണ്ണു തുറന്നു. താൻ കണ്ടത് സ്വപ്നമാണെന്ന് മനസ്സിലാക്കിയ അവൻ താൻ കൊണ്ടുവന്ന മിഠായി അവൾക്ക് നീട്ടി. ഫോണെടുത്ത് പതിയെ തൻ്റെ പെണ്ണിന് മെസ്സേജ് ഇട്ടു. എന്നാടോ തൻ്റെ കയ്യിൽ നിന്ന് ഇനിയൊരു ചായ കിട്ടാം? മെസ്സേജ് ഇട്ട ഉടനടി ഒരു ചായയുടെ സ്റ്റിക്കർ വന്നു. അവൻ അവൾക്കായി പറഞ്ഞു. ഐഷു പെണ്ണേ, എനിക്ക് നിന്നെ കാണാൻ തോന്നുന്നു.
കുറച്ച് ദിവസം ലീവ് എടുത്ത് വാടി. ഇപ്പോൾ തന്നെ ഞാൻ നിന്നെ സ്വപ്നം കണ്ടുള്ളൂ. മിസ് യു ഡിയർ. അപ്പോഴാണ് മിഠായി കവർ പൊട്ടിക്കാൻ പാടുപെടുന്ന തൻ്റെ കുഞ്ഞിനെ അവൻ ശ്രദ്ധിച്ചത്. അവൻ ചിരിച്ചുകൊണ്ട് അത് വാങ്ങി പൊട്ടിച്ചു കൊടുത്തു. അത് കണ്ടതും ഞാൻ പൊട്ടിക്കാം, ഞാൻ പൊട്ടിക്കാം. അവളുടെ തുള്ളിച്ചാട്ടം കണ്ട് അവന് ചിരി വന്നു. പകുതി പൊട്ടിച്ചു തിന്നാൻ പാകത്തിന് അവൻ അവൾക്കത് നീട്ടി. വീണ്ടും അവൻ ഫോണെടുത്തു. തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഡയറി മിൽക്ക് ഫോട്ടോ എടുത്ത് അവൾക്കായി അയച്ചു. വേണോ എൻ്റെ പെണ്ണിന്? വേണം. അവളുടെ റിപ്ലൈ കണ്ട് അവൻ ചിരിച്ചു. ഡ്യൂട്ടിയാണോ? നോ. വെണ്ടയ്ക്ക് അരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഫോട്ടോ അവൾ അയച്ചു കൊടുത്തു. പിന്നെ എന്നോട് പിണക്കമാണോ അനക്ക്? ഇല്ല, മിസ് യു. പിന്നെ വിശേഷം പറയ്. കെൻ ഐ കോൾ യു? റിപ്ലൈ വന്നത് ഒരു ഫോട്ടോ ആണ്. അവനത് തുറന്നതും ചോക്ലേറ്റ് തിന്നുന്ന ഐഷുവും പാത്തും. അവന് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഫോൺ പിടിച്ച് അവൻ അടുക്കളയിലേക്ക് ഓടി. അവിടെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഐഷു.